ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പഴയകാല ഒരു ഐറ്റമാണ് കേട്ടോ. പാൽപ്പത്തിരി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ. ഭയങ്കര സിമ്പിളാണ്. വീട്ടിൽ അരിപ്പൊടി റവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഓവറോൾ നമ്മുടെ പരിപാടി കഴിയും കേട്ടോ. രാവിലത്തെ പരിപാടിയൊക്കെ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാൽപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വേണം. അപ്പോൾ 2 കപ്പ് അളവിൽ, അതായത് എൻ്റെ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നോർമൽ പത്തിരിക്ക് എടുക്കുന്ന സെയിം അരിപ്പൊടി തന്നെയാണ് വേണ്ടത്. അതിലേക്ക് 1 കപ്പ് അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റവ വറുത്തതാണെങ്കിലും വറുക്കാതാണെങ്കിലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചവെള്ളമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങിച്ചാണ്. അപ്പോൾ നിങ്ങൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കുന്ന പത്തിരിപ്പൊടിയോ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടിയോ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇത് കറക്റ്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ. നല്ല ടൈറ്റായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ സൈഡിലും പൊടിയുടെ നനവ് എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ ഒഴിവാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടങ്ങ് കുഴച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ സോഫ്റ്റാക്കി, ഓവർ ലൂസില്ലാതെ അത്യാവശ്യം നല്ല ടൈറ്റോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കണം. എങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് പരത്തിയെടുക്കാനൊക്കെ പറ്റും. അരിപ്പൊടിയാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഞാൻ നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യ് തടവിയിട്ട്, വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും തടവിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എൻ്റെ ഇതിപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ പൂരിയൊക്കെ പരത്താൻ വേണ്ടിയിട്ട് കുഞ്ഞു ബോൾസാക്കി എടുക്കുക. അതേപോലെ തന്നെ ബോൾസാക്കി എടുക്കുക കേട്ടോ. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഞാനിവിടെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബോർഡിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണേ. നമുക്ക് പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതെ നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ റോളറിൽ എല്ലാവരും ഒന്ന് തടവി കൊടുക്കുക കേട്ടോ, വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും. അങ്ങനെ നമ്മുടെ ബോൾ ഇതുപോലെ എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോർമൽ പൂരിയുടെ വലുപ്പത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പമുള്ള പൂരി വേണോ അതിനനുസരിച്ച് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കുക. പക്ഷേ ഞാൻ ഇതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു കുക്കി കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു ഷേപ്പ് കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സൈഡും ഒരുപോലെ കിട്ടണം എന്നില്ലല്ലോ, ചില സമയത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് പരത്തിയെടുക്കുക കേട്ടോ പിന്നീട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, നിങ്ങളിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈ ഒരു നമ്മൾ നോർമൽ പൂരി ചെയ്തെടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ഒട്ടും വിള്ളലോ കാര്യമോ ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുക. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ചൂടാക്കി എടുക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം കേട്ടോ, എങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊങ്ങി വരും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മുടെ പത്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചിട്ട് കൊടുക്കണം. കുറച്ച് സമയം, ഒരു 1/2 മിനിറ്റ് നേരം ഒന്ന് ആ സൈഡ് വേവാൻ വേണ്ടി നിന്നോട്ടെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും കളറ് മാറി നമ്മുടെ പൂരിയുടെ ആ ഒരു കളറാകുന്ന സമയത്ത് ഇത്രയും കളറ് വേണമെന്നില്ല കേട്ടോ. ഇതിന് മുന്നേ വെന്ത് കിട്ടും. പക്ഷേ ചിലവർക്ക് കുറച്ച് അത്യാവശ്യം ഒരു മൊരിഞ്ഞൊരു കളറാകുമ്പോൾ നല്ല ഭംഗിയാണല്ലോ കാണാനും കഴിക്കാനും കുറച്ച് മൊരിഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല നമ്മുടെ പാൽപ്പത്തിരി. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളല്ല. ഇനി ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് പാൽപ്പത്തിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെയും കോംബോ തന്നെയാണ്. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് പാൽപ്പത്തിരി എന്ന് പേര് വന്നിട്ടുള്ളത് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഇത് കഴിക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നിട്ടില്ലെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു ബൗളിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുറച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും കേട്ടോ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ കഴിക്കണമെന്നില്ല. നോർമൽ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും സ്റ്റ്യൂവിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒന്ന് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു തേങ്ങാപ്പാലിൽ തന്നെ പഴം ഞെരടിയിട്ട്, നമ്മൾ മൈസൂർ പഴം ഞെരടിയിട്ട് അങ്ങനെ കഴിക്കുന്നില്ല സ്റ്റ്യൂ ആക്കിയിട്ട്, എനിക്കങ്ങനെയാണ് കേട്ടോ പേഴ്സണലി ഭയങ്കര ഇഷ്ടം. നല്ല ടേസ്റ്റ് അങ്ങനെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. അപ്പോൾ ട്രഡീഷണലായിട്ട് ഇത് നമ്മൾ പച്ചരി അരച്ചിട്ടൊക്കെയാണ് ചെയ്യാറ് പണ്ട് കാലം ഉമ്മമാരുടെ കാലത്തൊക്കെ. പക്ഷേ ഇപ്പോൾ
എല്ലാവർക്കും ഇൻസ്റ്റൻറ്റ് റെസിപ്പീസ് എല്ലാം ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ആക്കി കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഇത് തന്നെ ആക്കിക്കോളെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്